മക്കളെ നമ്മൾ USSന്റെ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ സെറ്റായി നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് പഠിച്ചു പോവാണ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാ പുതിയൊരു ക്വസ്റ്റ്യനുമായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ഇപ്പത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കളാ. എ ട്രെയിൻ ട്രാവൽസ് അറ്റ് എ സ്പീഡ് ഓഫ് 90 km/h. ഇഫ് ദ ലെങ്ത് ഓഫ് ദി ട്രെയിൻ ഈസ് 120 meter, ഹൗ ലോങ് ദ ട്രെയിൻ ടു പാസ് എ ബ്രിഡ്ജ് ദാറ്റ് 605 meter long. ഓക്കെ, ഒരു ട്രെയിൻ എന്ത് ചെയ്യുന്നുണ്ടാ 90 km/h വേഗതയിൽ 90 km/h വേഗതയിൽ സഞ്ചരിക്കുന്നു. ട്രെയിനിന്റെ നീളം 120 മീറ്റർ ഉണ്ട് എങ്കിൽ 605 മീറ്റർ നീളമുള്ള ഒരു ബ്രിഡ്ജ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്ന ട്രെയിൻ ഇങ്ങനെ ഒരു പാലം കടന്നു പോകുന്നുണ്ട്. ആ പാലത്തിന്റെ നീളം 605 മീറ്റർ ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ട്രെയിനും എന്തുണ്ട് 120 മീറ്റർ നീളമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പാലം കടന്ന് ആ ട്രെയിൻ ഫുൾ ആ പാലം കടന്നു പോകാൻ എത്ര സമയം എടുക്കും നമുക്കറിയണം. ഓക്കെ, നമുക്കിവിടെ എല്ലാ കാര്യങ്ങളും എന്തിലാവുന്നത് മീറ്ററിലാവുന്നത്. നമ്മളെ അളവ് എല്ലാം മീറ്ററിലാവുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മാജിക്കൽ നമ്പർ ഉണ്ട്. നമ്മുടെ മാജിക്കൽ നമ്പർ പഠിച്ചിട്ടുണ്ട്. നമ്മൾ km/h മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാനുള്ള മാജിക്കൽ നമ്പർ പഠിച്ചിട്ടുണ്ട്. ആ നമ്പർ വരണം, പെട്ടെന്ന് ആ നമ്പർ വരണം. എന്തായിരുന്നു 90 × 5/18. 90 × 5/18 വരണം. റെഡി? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടറാ 25 കിട്ടാം. നമുക്ക് 25 കിട്ടും. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞത് നമ്മളെ ഈ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, പിക്ചറൈസ് ചെയ്യണം. നമ്മുടെ ബ്രിഡ്ജാണ്, നമ്മുടെ ഈ ബ്രിഡ്ജ് ഇയാളാണ്. ഈ ബ്രിഡ്ജിലൂടെയാണടാ നമ്മൾ എന്ത് ചെയ്യുന്നടാ നമ്മളെ ട്രെയിൻ കടന്നു പോകുന്നത്. നമ്മളെ ട്രെയിൻ എന്ത് ചെയ്യുന്നടാ ഈ ബ്രിഡ്ജിലൂടെ കടന്നു പോകുന്നു. ഓക്കെ, ഈ ബ്രിഡ്ജിലേക്ക് 120 മീറ്റർ ലോങ് ആയിട്ടുള്ള ഒരു ട്രെയിനാണ്. നമ്മുടെ ബ്രിഡ്ജിന്റെ ലെങ്ത് എത്രയാണ് 605. അങ്ങനെ ഈ ട്രെയിൻ എന്ത് ചെയ്യുന്നടാ ഈ ബ്രിഡ്ജിലേക്ക് കയറി ട്രെയിൻ ഇങ്ങനെ മുന്നോട്ട് പോവാണ്. എന്താണ് ട്രെയിൻ മുന്നോട്ട് ഇങ്ങനെ പോവാണ്. ട്രെയിൻ ഇവിടെ എത്തി. അപ്പൊ ട്രെയിൻ ഇവിടുന്ന് ഇവിടെ എത്താൻ എത്ര ദൂരം എടുത്തു 605. ഓക്കെ, ട്രെയിനിന്റെ മുൻഭാഗം ഇവിടുന്ന് ഇവിടെ എത്താൻ 605 മീറ്റർ ദൂരം എടുത്തു. ഇനി ഈ ട്രെയിൻ മുൻഭാഗം ഇവിടെ എത്തിയെങ്കിൽ പിന്നെ ട്രെയിൻ എന്ത് ചെയ്യണം, ഈ പാലത്തിൽ നിന്ന് കടന്നു പോകണമെങ്കിൽ ഈ ട്രെയിനിന്റെ മൊത്തം നീളം എന്ത് ചെയ്യണം, എഗെയിൻ ട്രാവൽ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും, ട്രെയിനിന്റെ നീളം കൂടെ ട്രെയിൻ എന്ത് ചെയ്യേണ്ടി വരും, മുന്നോട്ട് പോകേണ്ടി വരും. കിട്ടിയോ, മനസ്സിലായോ? ട്രെയിനിന്റെ മുൻഭാഗം എവിടെയാണുള്ളത്. ഇനി ഈ മുൻഭാഗം എന്ത് ചെയ്യുന്നു, നേരെ ഇവിടെ എത്തുന്നു. ഓക്കെ, അങ്ങനെ ഇവിടെ എത്തുകയാണെങ്കിൽ ആ ട്രെയിൻ 605 മീറ്റർ ദൂരം പോയി എന്നത്. ആ ട്രെയിൻ ഈ പാലത്തിൽ നിന്ന് കടന്നു പോകാൻ ആ ട്രെയിനിന്റെ മുഴുവൻ ഭാഗവും, കാരണം ഇവിടെ മുൻഭാഗം എത്തിയിട്ടുണ്ടാവും, പിന്നെ എന്ത് ചെയ്യണം, ട്രെയിന് അതിന് ഫുൾ ലെങ്ത് കയന്നു പോയാൽ മാത്രമേ എന്ത് ചെയ്യും, ട്രെയിൻ ഈ പാലം കടന്നു പോകും. ഓക്കെ, അപ്പൊ നമുക്ക് ടോട്ടൽ ട്രെയിൻ എന്ത് ചെയ്യടാ ഈ 605 120 ലെങ്ത് പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 605 120 ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടടാ 725 എന്ന് കിട്ടും. 725 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? നമ്മൾ നോക്കിയാല്, നമ്മൾ ഇവിടെ വന്ന് നോക്കിയാല് 725 മീറ്റർ ലെങ്ത് പോകും. നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്. നമുക്ക് ടൈമിന്റെ ഇക്വേഷൻ അറിയാം. ടൈമിന്റെ ഇക്വേഷൻ എന്താണ്? ടൈമിന്റെ ഇക്വേഷൻ ദൂരമുണ്ട്, നമ്മുടെ ദൂരം ബൈ വേഗത. എന്താണ് ദൂരം ബൈ വേഗത? നമ്മൾ ടൈം കാണണമെങ്കിൽ നമുക്ക് എന്താ പറയാ ഇക്വേഷൻ അറിയാം, ദൂരം ഡിവൈഡഡ് ബൈ വേഗത. നമുക്ക് ദൂരം അറിയാം 725 ഡിവൈഡഡ് ബൈ 25. എന്ത് 725 ഡിവൈഡഡ് ബൈ 25 അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം സോൾവ് ചെയ്താൽ, നേരെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് കിട്ടും 29. നമുക്ക് 29 കിട്ടില്ലേ? നേരെ നമുക്ക് നോക്കിയാൽ ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് എന്താ 29 സെക്കൻഡ് കിട്ടും. ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്താൽ, നമ്മുടെ ട്രെയിന് എത്രത്തോളം ദൂരം പോകും നമ്മൾ കണ്ടു. ആ ദൂരം നമ്മൾ കണ്ടതിന് ശേഷം നമ്മുടെ മാജിക്കൽ നമ്പർ വെച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ വേഗത മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റിട്ടുണ്ട്. ഇവിടുന്ന് km/h മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റി. എന്ന് നമ്മളെ ഇക്വേഷൻ അറിയാം. ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്, ദൂരം ബൈ വേഗത ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് ചെയ്തു വന്നാൽ നമുക്ക് എന്ത് ചെയ്യും, ആൻസർ കിട്ടും. റെഡി മക്കളെ? ഈ ക്വസ്റ്റ്യൻ റെഡി അല്ലേ? ഈ സെറ്റ് ആവണം. നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് കാണാം കേട്ടോ.